ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ഉറപ്പല്ലേ, നമ്മുടെ ഉള്ളിൽ വെച്ച പാട്ട് അത് പെട്ടെന്ന് ഒരാൾ വാലെന്ന് പറയുമ്പോ ഭയങ്കര. ഹായ്, മെന്റലിസ്റ്റ് അൻവർ പുരാപറ്റിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നംഷാദ് മലപ്പുറം എല്ലാവർക്കും അറിയിരുന്നു. പണ്ട് കാലങ്ങളിൽ CD-ക്ക് മുമ്പ് കാസറ്റിലൊക്കെ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ദഫ് ഗാനങ്ങൾ, മദഹ് ഗാനങ്ങളൊക്കെ സുൽത്താന കാസറ്റിന്റെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിറഞ്ഞു തുളുമ്പിയിരുന്ന വ്യക്തി അന്ന് പയ്യനായിരുന്നു, ഇന്ന് താടി മീശയൊക്കെ വന്നിട്ടൊരു സുന്ദരനായിട്ടുണ്ട്. നംഷാദ് ഒരു മെന്റലിസം ഷോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു ഗാനത്തിന്റെ മെന്റലിസം കേൾക്കാം. നംഷാദിന്റെ വീട് വരുന്നത് കൂട്ടിലങ്ങാടി, മലപ്പുറം കൂട്ടിലങ്ങാടി. എൻ്റെ വീട് പാലക്കാട് പുല്ലാപ്പറ്റ. നംഷാദ് ഒരുപാട് കാസറ്റുകളിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഓഡിയോ കാസറ്റുകളിൽ അല്ലേ. അതിനുശേഷം CD ആയി, പിന്നെ CD-യിൽ പാടിയിട്ടുണ്ട്. CD-യിൽ വന്നു. ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട് അല്ലേ പ്രോഗ്രാമുകളും. അതെ, ടെലിവിഷൻ പ്രോഗ്രാമിലുള്ള എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ചാനലുകളിൽ ഷോസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഷോസിൽ ചെയ്തു. ഏതൊക്കെ? ഈ പെരുന്നാള് അങ്ങനത്തെ ഷോസുകളൊക്കെ വരുമല്ലോ, പെരുന്നാളിനൊക്കെ ഷോസിനൊക്കെ ചെയ്യാറുണ്ട്. എനിവേ, ഈ ഇഷ്ടമുള്ള മേഖല പാട്ട് തന്നെയാണ് അല്ലേ? പാട്ട് പാഷൻ അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെന്റലിസം ചെയ്താലോ? തീർച്ചയായിട്ടും സന്തോഷം. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെന്റലിസം തന്നെ ചെയ്യാം. എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് ജസ്റ്റ് താങ്കളുടെ മനസ്സിലൊന്ന് വിചാരിക്കുക. ആ പാട്ട് താങ്കളുടെ മനസ്സിൽ നിന്നും ഒഴുകി താങ്കളുടെ കണ്ണിലൂടെ എൻ്റെ കണ്ണിലേക്ക് വരുന്നതായി ഒന്ന് കരുതുക. ഓക്കെ, എന്തായാലും ഒരു മാപ്പിളപ്പാട്ടാണ്. ആണല്ലേ, മാപ്പിളപ്പാട്ടായിരിക്കും, ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. എനിവേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് ശരിയായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് വേണം. എന്ത് ഗിഫ്റ്റ് വരും? ഇത് ഇൻസ്റ്റയിൽ ഇടുന്ന പ്രോഗ്രാമാണ്. ശരിയാണെന്ന് എന്ത് ഗിഫ്റ്റ് വരും? പിന്നെ ആരെങ്കിലും കമന്റ് ചോദിക്കും, പക്ഷെ ആ ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത്. അപ്പൊ എനിക്ക് ആ ഗിഫ്റ്റിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഗിഫ്റ്റ് വരും അത് പിന്നെ ചോദിക്കാം അല്ലെ? ഓക്കെ, എനിവേ ഞാനൊന്ന് പാടാൻ ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ ശരിയാവും. പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് പരിപൂർണമായിട്ട് അറിയുന്ന പാട്ടാണോ? അറിയാം. എന്തായാലും ഞാൻ പാട്ടിലൊക്കെ വീക്കുള്ള വ്യക്തിയാണ്. ആ പാട്ടൊന്ന് പറയാൻ ശ്രമിക്കാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കും. അത് ശരിയാണെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പാടിയാൽ മതി. വരും കേട്ടോ, ക്യാമറയിലേക്ക് നോക്കും. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട് മലർക്കൊടിയേ ആ പാട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പാട്ട് ഞാൻ പാടിയപ്പോ എന്തായാലും നിങ്ങൾക്ക് തോന്നിയത്? ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ഉറപ്പല്ലേ, നമ്മുടെ ഉള്ളിൽ വെച്ച പാട്ട് അത് പെട്ടെന്ന് ഒരാൾ വാലെന്ന് പറയുമ്പോ ഭയങ്കര.